ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഇതുവരെ ചാപ്റ്റർ 4ലും ചാപ്റ്റർ 5ലും HTMLലും അതിൻ്റെ കുറച്ച് ടാഗുകളെക്കുറിച്ചും അതിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ HTMLൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 6ൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. വളരെ ചെറിയൊരു ചാപ്റ്റർ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ തുടക്കം പറഞ്ഞു പോകുന്നത്. ഇനി ഇടയ്ക്ക് ഞാൻ എക്സാമ്പിൾസൊക്കെ കാണിച്ച് തന്നോളാം. ദെൻ ചാപ്റ്റർ 6 കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ നിങ്ങളുടെ നോട്ടാണിത്. Then cascading style sheet, CSS in the full form cascading style sheet is an extension of HTML by which we can enhance the look and feel of website very easily. നമ്മുടെ വെബ്സൈറ്റ് നമ്മളൊരു 4th ചാപ്റ്ററിലും 5th ചാപ്റ്ററിലും നമ്മൾ പഠിച്ചത് HTML എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പല ടൈപ്പ് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് HTMLന്റെ ഒരു എക്സ്റ്റൻഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? എൻഹാൻസ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് വെബ്സൈറ്റ് വെരി ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റിന്റെ ലുക്കും അതിന്റെ ഫീലും എല്ലാം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. We can control the appearance of entire web page in a website by simply modifying a single file in the website. നമുക്കറിയാം, ഒരു വെബ്സൈറ്റിനകത്ത് കുറേ പേജസ് ഉണ്ടാവും. 1-2 പേജൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 20, 30, 50 പേജുകളൊക്കെ ഒരു വെബ്സൈറ്റിനകത്തുണ്ടാവും. അത് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിനകത്തുള്ള കുറേ വെബ് പേജുകൾ നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഫയലിനകത്ത് മാത്രം എഡിറ്റിംഗ് നടത്തി അതിൻ്റെ അകത്ത് ആ എല്ലാ പേജിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിംഗിൾ ഫയൽ നമ്മൾ മോഡിഫൈ ചെയ്ത് ആ വെബ്സൈറ്റിനുള്ള എല്ലാ പേജിൻ്റെയും അപ്പിയറൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ കൺട്രോൾ ദ അപ്പിയറൻസ് ഓഫ് എൻറ്റയർ വെബ് പേജ് ഇൻ എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിനകത്തുള്ള എല്ലാ വെബ് പേജിന്റെയും അപ്പിയറൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ബൈ സിംപ്ലി മോഡിഫൈങ് എ സിംഗിൾ ഫയൽ ഇൻ ദ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിനകത്തുള്ള ഒരു സിംഗിൾ ഫയൽ മോഡിഫൈ ചെയ്തുകൊണ്ട് അതിനകത്തുള്ള എല്ലാ പേജിന്റെയും അപ്പിയറൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. CSS വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഹോക്കൺ വ്യൂംലി ഇൻ 1994. അതായത് CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ ആദ്യം പ്രപ്പോസ് ചെയ്തത് ഹോക്കൺ വ്യൂംലി എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ്. അയാൾ 1994 ഇത് പ്രപ്പോസ് ചെയ്തത്. നൗ CSS ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് വെബ് ഡിസൈനർ ടു മേക്ക് ദ പേജ് വിഷ്വലി ഇംപ്രസീവ്. ഇപ്പോൾ ഉള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, വെബ് ഡിസൈനേഴ്സിന്റെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് CSS എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പേജ് വിഷ്വലി ഇംപ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന വെബ് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് CSS എന്ന് പറയാം. ഇനി നമുക്ക് CSSന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് CSS ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ വെബ് സൈറ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് CSS. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് ഈസി ടു എൻഹാൻസ് ലേഔട്ട്. We can very easily change the style of web page using CSS. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റിന്റെ സ്റ്റൈല്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാവാം, അതിന്റെ ടെക്സ്റ്റിന്റെ കളറാവാം,
ദെൻ എന്താണ് അതിൻ്റെ സൈസ് ആവാം, അതിൻ്റെ മാർജിൻ ആവാം, എന്ത് വേണമെങ്കിലും ആ ഒരു വെബ് പേജിൻ്റെ എന്ത് ഫീച്ചർ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, അതിൻ്റെ ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എ സിംഗിൾ CSS ഫയൽ ക്യാൻ ബി യൂസ്ഡ് ബൈ ഓൾ ദ വെബ് പേജ് ഇൻ എ സൈറ്റ്. ഒരു വെബ്സൈറ്റിലുള്ള എല്ലാ വെബ് പേജുകൾക്കും വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ഫയൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്, ഈസി ടു ചേഞ്ച് ലേ ഔട്ട്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് റെഡ്യൂസ് ദ സൈസ് ഓഫ് എ വെബ് പേജ്. നമുക്കറിയാം 4ാമത്തെ ചാപ്റ്ററിലും 5ാമത്തെ ചാപ്റ്ററിലും നമ്മൾക്ക് ഓരോന്നും നമ്മൾ അതൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഒരു ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML ടാഗുകളെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ പല എലമെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണു, അതേപോലെ ഒരു ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു, അങ്ങനെ ഓരോന്നും നമ്മൾ കൊടുക്കുമ്പോൾ P ടാഗ് പാരഗ്രാഫിന് വേണ്ടിയിട്ട് P ടാഗ് യൂസ് ചെയ്തു. അപ്പോൾ ആ പാരഗ്രാഫിന് എന്തൊക്കെ കളറുകൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറുള്ള അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് ഇതൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ അതിൻ്റെ P ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് യൂസ് ചെയ്യുക. അതേപോലെ ടേബിളിന് വേണ്ടിയിട്ട് ടേബിളിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ടാഗിൻ്റെയും ഫോർമാറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതില്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ എഴുതി കൊടുക്കണം. ഓരോ ടാഗിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫോർമാറ്റിംഗ് എഴുതി കൊടുക്കുകയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് CSS യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല എലമെൻറ്റ്സിനും അല്ലെങ്കിൽ പല ടാഗുകൾക്ക് നമുക്ക് ഒരുമിച്ച് ഒരു ഫോർമാറ്റ് എഴുതി കൊടുക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കളറ്, സൈസ്, അങ്ങനെയുള്ള പല ഫോർമാറ്റുകൾ നമുക്ക് CSS യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോർമാറ്റ് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ടാഗിനും നമ്മൾക്ക് അതിൻ്റെ ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം ഈ CSSനകത്ത് മാത്രം നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾക്ക് ആ ടോട്ടൽ ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പല പ്രാവശ്യം എഴുതുമ്പം കുറേ ലെങ്തി ആയിരിക്കുമല്ലോ, അത്രയും സൈസും അതിനുണ്ടാവും. അപ്പോൾ എല്ലാ എലമെൻസിനും കൂടെ കൂടി ഒരു ഒറ്റ ഫയൽ അല്ലെങ്കിൽ ഒറ്റ CSS സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയലിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ലാംഗ്വേജിൽ നമ്മൾ എഴുതിയേക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നതിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ അങ്ങനെ വെബ് പേജിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ സെപ്പറേറ്റ് CSS സ്റ്റൈൽ ഇൻ ടു സെപ്പറേറ്റ് ഫയൽ ആൻഡ് ലിങ്ക് ഇറ്റ് വിത്ത് ഇറ്റ് ആൻ HTML പേജ്. ഓരോ ഫയലിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ CSS ഫയൽ നമ്മൾ HTML പേജുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ CSS ഫയലിൽ മാത്രം നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ഓരോ പേജിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേജിൽ ആ സ്റ്റൈൽ അവിടെ അപ്പിയർ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ വെബ് പേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. ദിസ് വിൽ റെഡ്യൂസ് ദ സൈസ് ഓഫ് വെബ് പേജ്. അപ്പോൾ നമ്മൾ കോഡ് അത്രയും കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ വെബ് പേജിൻ്റെ സൈസ് അങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ, റിഡക്ഷൻ ഇൻ ബാൻഡ്വിഡ്ത്ത്. യൂസിങ് എ സിംഗിൾ CSS ഫയൽ ഫോർ ദ എൻറ്റയർ വെബ് പേജ് റെഡ്യൂസ് ദ സൈസ് ഓഫ് ഫയൽ ടു ബി ഡൗൺലോഡ്. അതായത് ആ എൻറ്റയർ വെബ് പേജിന് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ CSS ഫയലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഒത്തിരി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ സൈസ് കുറയും തോറും എന്ത് കുറയും? നെറ്റ്വർക്ക് ട്രാഫിക് കുറയും. അപ്പോൾ അങ്ങനെ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസിങ് എ സിംഗിൾ CSS ഫയൽ ഫോർ ദ എൻറ്റയർ വെബ്സൈറ്റ് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ ഫയൽ ടു ബി ഡൗൺലോഡ്. എൻറ്റയർ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ CSS ഫയൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഫയലിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ദിസ് വിൽ റെഡ്യൂസ് ദ നെറ്റ്വർക്ക് ട്രാഫിക് ലോഡ്. അപ്പം അത് നെറ്റ്വർക്ക് ട്രാഫിക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, കൺസിസ്റ്റൻസി ഇൻ വെബ് പേജ്. അതായത് ദ അപ്പിയറൻസ് ഓഫ് ഓൾ ദ വെബ് പേജ് റിമൈൻസ് ദ സെയിം.
നമ്മൾ ഒരു വെബ് സൈറ്റിന്റെ എല്ലാ വെബ് പേജിലേട്ടും സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ CSS ഫയലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ എല്ലാ വെബ് പേജും ഒരേപോലെ ഇരിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ സെയിം ആയിരിക്കാം, അതിൻ്റെ മാർജിൻ സെയിം ആയിരിക്കാം, ടെക്സ്റ്റിൻ്റെ സൈസ് സെയിം ആയിരിക്കാം, ടെക്സ്റ്റിൻ്റെ കളർ സെയിം ആയിരിക്കാം. അങ്ങനെ ഒരു CSS ഫയലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വെബ് പേജിനകത്തുള്ള ഒരു വെബ്സൈറ്റിനകത്തുള്ള എല്ലാ വെബ് പേജും ഒരേപോലെ ഇരിക്കും. അതാണ് കൺസിസ്റ്റൻസി ഇൻ വെബ് പേജസിനകത്ത് പറയുക. ദെൻ ഫിഫ്ത്ത് വൺ, viewing option. We can create a separate CSS file for mobile phone and computer. Then the same HTML page is suitable to be viewed in that particular device. അതായത് നമ്മൾക്കറിയാം, നമ്മളൊരു വെബ് സൈറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊബൈൽ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്യാം, ലാപ്ടോപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്യാം, ടാബിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് സൈസുള്ള ഡിവൈസസിനകത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസുള്ള ഡിവൈസസിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ് സൈറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നത് ഏത് ഡിവൈസ് അനുസരിച്ചാണോ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് തന്നെ മൊബൈൽ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്താലും ലാപ്ടോപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്താലും അതിൻ്റെ കണ്ടന്റൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ അതിൻ്റെ എലമെന്റ്സ് എല്ലാം അപ്പിയർ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഓരോ ഡിവൈസിന് വേണ്ടിയിട്ടും ഓരോ CSS ഫയല് ക്രിയേറ്റ് ചെയ്യാം. അതായത് മൊബൈൽ ഫോണിനകത്താണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു CSS ഫയല്, ലാപ്ടോപ്പിനകത്താണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വ്യൂ ചെയ്യാനായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വേറൊരു CSS ഫയല്. അങ്ങനെ ഡിഫറെൻറ്റ് CSS ഫയൽസ് വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിവൈസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ദ സെയിം HTML പേജ് ഈസ് സ്യൂട്ടബിൾ ടു ബി വ്യൂഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ്. അപ്പോൾ ആ സെയിം വെബ് പേജ് ഏത് ഡിവൈസിനകത്ത് വേണമെങ്കിലും വ്യൂ ചെയ്യാൻ പാകത്തിന് അത് കേപ്പബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അതാണ് വ്യൂയിങ് ഓപ്ഷൻ എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ, സേവ് ടൈം. The size of the HTML file become considerably smaller when we use CSS. CSS നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു HTML പേജിന്റെ, ഒരു HTML ഫയലിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ബാക്കിയുള്ളത് CSS യൂസ് ചെയ്യാതെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ചെറുതായിരിക്കും, ചെറിയ ഫയലായിരിക്കും. ദിസ് വിൽ റെഡ്യൂസ് ദ കോഡിംഗ് ടൈം ഫോർ വെബ് ഡിസൈനർ. അപ്പം അത് നമ്മൾ ചെറിയൊരു HTML പേജാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വെബ് ഡിസൈനറിന് അത്രയും സമയം കുറച്ച്, കോഡിങ്ങിന് വേണ്ടിയിട്ട് അത്രയും സമയം കുറച്ച് യൂസ് ചെയ്താൽ മതി. ദിസ് വിൽ ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് പേജ് ലോഡിംഗ്. അതേപോലെ തന്നെ അത് നമുക്കൊരു HTML പേജ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സമയം, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു പേജ് ലോഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് സേവ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈസ് ഓഫ് ദ HTML ഫയൽ ബിക്കം കൺസിഡറബിളി സ്മോളർ വെൻ വി യൂസ് CSS. This will reduce the coding time for the web designer. This will improve the speed of page loading. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞത് 6 അഡ്വാൻറ്റേജസ് ഉണ്ട്. CSS ഫയൽ യൂസ് ചെയ്താൽ, ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു CSS ഫയൽ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, ഈസി ടു ചേഞ്ച് ലേഔട്ട്. Second one, reduce the size of web page. Third one, reduce in bandwidth. Fourth one, consistency in web pages. Fifth one, viewing options. Sixth one, save time. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഡ്വാൻറ്റേജ് ഓഫ് CSS. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റൈൽ റൂൾസ് ആണ്. അതായത് ഒരു CSS ഫയലിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന കുറേ സ്റ്റൈലുകളാണ് എഴുതി കൊടുക്കുന്നത്. പാരഗ്രാഫ് ആണെങ്കിൽ ഇന്ന സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ ഹെഡിങ് ആണെങ്കിൽ ഇന്ന സ്റ്റൈൽ വേണം, ബോഡി മൊത്തം ആണെങ്കിൽ ഇന്ന സ്റ്റൈൽ വേണം. അങ്ങനെ പല ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ് നമ്മൾ സ്റ്റൈൽ റൂളിനകത്ത് എഴുതി കൊടുക്കുന്നത്. അതെങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുക. സ്റ്റൈൽ റൂൾ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോർഷനിൽ പറയുക. Then style rule. A style rule tells the browser how to render a particular element such as text, paragraph, image, button, etc. on a web page.
അപ്പം എന്താ സ്റ്റൈൽ റൂൾ എന്ന് നോക്കിയാൽ സ്റ്റൈൽ റൂളിന്റെ ഡെഫിനേഷനാണ് പറഞ്ഞേക്കുന്നത്. എ സ്റ്റൈൽ റൂൾ ടെൽസ് ദ ബ്രൗസർ ഹൗ ടു റെൻഡർ എ പർട്ടിക്കുലർ എലമെന്റ്. ഒരു സ്റ്റൈൽ റൂൾ ബ്രൗസറിനോട് പറയുന്നത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ എലമെന്റ് ഒരു വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് റെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുക. എ സ്റ്റൈൽ റൂൾ ടെൽസ് ദ ബ്രൗസർ ഹൗ ടു റെൻഡർ എ പർട്ടിക്കുലർ എലമെന്റ്. ഒരു പർട്ടിക്കുലർ എലമെന്റ്, അത് പർട്ടിക്കുലർ എലമെന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആവാം, പാരഗ്രാഫ് ആവാം, ഇമേജ് ആവാം, ബട്ടൺ ആവാം, അങ്ങനെ എന്ത് എലമെന്റ് വേണമെങ്കിലും ആകാം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എന്ത് എലമെന്റ് വേണമെങ്കിലും ആകാം. ആ എലമെന്റ് ഒരു ബ്രൗസറിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്ന് ബ്രൗസറിനോട് പറയുന്നതാണ് ആ സ്റ്റൈൽ റൂൾ എന്ന് പറയുക. ഓക്കെ, വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ സ്റ്റൈൽ റൂൾസ്. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സ്റ്റൈൽ റൂള് ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു സ്റ്റൈൽ റൂളും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ബ്രൗസറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സ്റ്റൈലാണോ കിടക്കുന്നത് ആ സ്റ്റൈലിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇനി നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സ്റ്റൈൽ റൂള് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ എ സ്റ്റൈൽ റൂൾ ഹാസ് 2 പോർഷൻസ്. ഒരു സ്റ്റൈൽ റൂളിന് 2 പോർഷൻസ് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയേ, സെലക്ടർ ആൻഡ് ഡിക്ലറേഷൻ ബ്ലോക്ക്. സെലക്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അതേപോലെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും ഉണ്ട്. ഇങ്ങനെ 2 പോർഷനാണ് ഒരു സ്റ്റൈൽ റൂളിനകത്ത് ഉള്ളത്. ഇനി ഒരു സ്റ്റൈൽ റൂളിന്റെ കോമൺ ഫോർമാറ്റ് ആണ് ഇവിടെ താഴെ പറഞ്ഞേക്കുന്നത്. ഇതാ ഇവിടെ അത് സെലക്ടർ ആദ്യം കൊടുക്കുക. സെലക്ടർ കൊടുത്തു, ദെൻ ഒരു ബ്രാക്കറ്റ്, കേളി ബ്രേസസ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്, ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, കേളി ബ്രേസസ്. അതിനകത്ത് ആദ്യം പ്രോപ്പർട്ടി കൊടുത്തു, എന്നിട്ട് ഒരു കോളൻ സിമ്പൽ ഇട്ടു, ദെൻ വാല്യൂ, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താണോ കൊടുക്കുക ആ വാല്യൂ കൊടുത്തു, ദെൻ സെമി കോളൻ കൊടുത്തു, ദെൻ ആ കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു സെലക്ടറിന്റെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. സെലക്ടർ കൊടുത്തു, സെലക്ടറിന്റെ കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ആദ്യം പ്രോപ്പർട്ടി കൊടുത്തു, ദെൻ കോളൻ സിമ്പൽ കൊടുത്തു, ദെൻ അതിന്റെ വാല്യൂ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് സെമി കോളൻ കൊടുത്തു. അതാണ് ഒരു പ്രോപ്പർട്ടി, ഒരു ഡിക്ലറേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ദെൻ ഈ സെമി കോളൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി കൊടുക്കാം, അതിന് കോളൻ കൊടുക്കാം, അതിന്റെ വാല്യൂ കൊടുക്കാം, സെമി കോളൻ കൊടുക്കാം. വീണ്ടും അടുത്ത പ്രോപ്പർട്ടി കൊടുക്കാം, കോളൻ കൊടുക്കാം, വാല്യൂ കൊടുക്കാം, സെമി കോളൻ കൊടുക്കാം. അങ്ങനെ എത്ര ഡിക്ലറേഷൻ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഈ എല്ലാ ഡിക്ലറേഷനും ഈ കേളി ബ്രേസസിന് ഉള്ളിലായിരിക്കണം. ഓക്കെ, ദെൻ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പി എന്ന് പറയുന്ന ഒരു സെലക്ടർ, പി എന്ന് പറയുന്ന സെലക്ടർ കൊടുത്തു, ദെൻ മാർജിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുത്തു, ദെൻ അവിടെ ഒരു കോളൻ സിമ്പൽ കൊടുത്തിട്ടുണ്ട്, ദെൻ 40px എന്ന് പറയുന്ന അതിന്റെ വാല്യൂ കൊടുത്തു, ദെൻ സെമി കോളൻ കൊടുത്തു, കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പി ടാഗിനെയാണ് ഉദ്ദേശിക്കുക. പി എന്ന് പറയുന്നത് പി ടാഗ് ആണ്. പി ടാഗ് എന്തിനായിരുന്നു യൂസ് ചെയ്തത്, പാരഗ്രാഫ് ഡെഫിനേഷന് വേണ്ടിയിട്ടുള്ള ടാഗാണ് പി ടാഗ്. നമ്മൾ പഠിച്ചതാണത് ഓൾറെഡി. ദെൻ പി എന്ന് പറയുന്ന ടാഗാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ സെലക്ടറിനകത്ത് നമ്മൾ ടാഗിന്റെ പേര് കൊടുക്കുമ്പം അവിടെ ആംഗുലാർ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ നെയിം മാത്രം കൊടുത്താൽ മതി, ടാഗിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ സെലക്ടറായിട്ട് ഇവിടെ പി എന്ന് പറയുന്ന ടാഗ് കൊടുത്തു, ദെൻ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, ദെൻ മാർജിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ദെൻ കോളൻ സിമ്പൽ കൊടുത്തു, ദെൻ അതിന്റെ ഒരു വാല്യൂ 40px, ദെൻ 40px കൊടുത്തു, കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ടാഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ആ പി ടാഗിന് മൊത്തം മാർജിനായിട്ട് 40px, px മീൻസ് പിക്സൽ ആണ് യൂസ് ചെയ്യുക. അപ്പം ആ പാരഗ്രാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ 40 പിക്സൽ മാർജിൻ അവിടെ വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ റൂള് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അത് കാണിച്ചു തന്നേക്കുന്നത്. ദെൻ സെലക്ടർ എന്താണ്, ഡിക്ലറേഷൻ എന്താണ് എന്നാണ് അടുത്തത് പറയുക. ദെൻ സെലക്ടർ, അപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്റ്റൈൽ റൂളിന് 2 പോർഷനാണുള്ളത്, സെലക്ടർ എന്ന് പറയുന്ന പോർഷനും ഡിക്ലറേഷൻ എന്ന് പറയുന്ന ബ്ലോക്കും. ദെൻ സെലക്ടർ, ഇറ്റ് ഈസ് ദ HTML element or elements to which the CSS rule is applied. സെലക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു, ഇവിടെ പി ആണ് കൊടുത്തേക്കുന്നതെന്ന് എക്സാമ്പിളിനകത്ത് പറഞ്ഞു. അപ്പൊ സെലക്ടർ എന്ന് പറയുന്നത് ഒരു HTML എലമെന്റ് ആവാം, അല്ലെങ്കിൽ HTML എലമെന്റ്സ് ആവാം. ഒരു എലമെന്റ്, ഇവിടെ പി ഒറ്റ എലമെന്റേ കൊടുത്തിട്ടുള്ളൂ, അവിടെ ഒന്നിലധികം എലമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ CSSന്റെ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ എലമെന്റിനാണോ അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റ്സിനാണോ അതാണ് നമ്മൾ എന്ത് കൊടുക്കുക, സെലക്ടർ ആയിട്ട് കൊടുക്കുക.
ഓക്കെ, ഇറ്റ് ടെൽസ് ദ ബ്രൗസർ ഹൗ എലമെന്റ്സ് ഷുഡ് ബി റെൻഡേഡ്. എങ്ങനെയാണ് ആ എലമെന്റ് ആ വെബ് പേജിൽ റെൻഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ബ്രൗസറിനോട് അത് പറഞ്ഞു കൊടുക്കുക. ഇൻ ദ എബവ് റൂൾ, P is the selector. The rule applied to all the P tag in the web page. ഇതിന്റെ മുകളിലുള്ള എക്സാമ്പിളിൽ P എന്ന് പറയുന്നത് സെലക്ടർ ആണ്. അപ്പോൾ എല്ലാ P ടാഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു റൂള്, ഈ ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് സെലക്ടർ. ഇനി ഡിഫറെന്റ് ടൈപ്പ് സെലക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ അതിന്റെ തൊട്ട് പറയും ഇപ്പൊ പഠിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ടർ എന്താണെന്ന് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിക്ലറേഷൻ ബ്ലോക്ക്. ഡിക്ലറേഷൻ ബ്ലോക്ക് ഞാൻ പറഞ്ഞു കേളി ബ്രേസസിനുള്ളിൽ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. കേളി ബ്രേസസ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബ്രാക്കറ്റും റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബ്രാക്കറ്റിനാണ് നമ്മൾ കേളി ബ്രേസസ് എന്ന് പറയാം. അപ്പം ഈ ബ്രേസസിന് ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന അതിനെയാണ് ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് പറയുക. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ സെവറൽ ഡിക്ലറേഷൻ എൻക്ലോസ്ഡ് വിത്ത് ദ കേളി ബ്രേസസ്, ലെഫ്റ്റ് ബ്രേസസ് ആൻഡ് റൈറ്റ് ബ്രേസസ്. അപ്പോൾ ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ കേളി ബ്രേസസിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡിക്ലറേഷൻസിനെയാണ് എന്ത് പറയുക, ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് പറയുക. എ ഡിക്ലറേഷൻ ഹാസ് എ പ്രോപ്പർട്ടി നെയിം, കോളൻ ആൻഡ് വൺ ഓർ മോർ വാല്യൂസ്. ദെൻ ഒരു ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി നെയിം ഉണ്ടാവും, ദെൻ ഒരു കോളൻ കൊടുക്കണം, അതിനൊരു വാല്യൂവും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു സെമി കോളനും കൂടെ കൊടുക്കണം. ഓക്കെ, എ സ്റ്റൈൽ റൂൾ ക്യാൻ കണ്ടെയ്ൻ മോർ ദാൻ വൺ ഡിക്ലറേഷൻ. ഒന്നിലധികം, ഒരു സ്റ്റൈൽ റൂളിനകത്ത് ഒന്നിലധികം ഡിക്ലറേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓൾ ദ ഡിക്ലറേഷൻ മസ്റ്റ് ബി സെപ്പറേറ്റഡ് ബൈ സെമി കോളൻ. എല്ലാ ഡിക്ലറേഷൻസിനും എല്ലാത്തിന്റെ അവസാനം ഒരു സെമി കോളൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഡിക്ലറേഷനും അവസാനം എന്ത് കൊടുക്കണം, ഒരു സെമി കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. In the above example, margin is property and 40px is value. ഈ മുകളിലത്തെ എക്സാമ്പിളിൽ മാർജിൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി നെയിം ആണ്, ദെൻ 40px എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്റ്റൈൽ റൂളിനെ കുറിച്ച് പറയുക. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കണം, അതിന്റെ ഒരു എക്സാമ്പിൾ അറിയാമായിരിക്കണം. അപ്പോൾ സെലക്ടർ എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം, ദെൻ ഡിക്ലറേഷൻ എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, മിനിമം അതിന്റെ ഫോർമാറ്റും അതിന്റെ ഒരു എക്സാമ്പിൾ എങ്കിലും എല്ലാവർക്കും അറിയാമായിരിക്കണം. ഇതെന്തായാലും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എംബഡിങ് സ്റ്റൈൽ റൂൾസ് ഇൻ ആൻ HTML പേജ്. അപ്പോൾ നമ്മൾ ഒരു CSS സ്റ്റൈൽ റൂൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിപ്പോൾ പഠിച്ചു. സെലക്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ബ്ലോക്ക്, ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റൈൽ റൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റൈൽ റൂള് എങ്ങനെയാണ് ഒരു HTML പേജിൽ എംബഡ് ചെയ്യുക, HTML പേജിൽ എങ്ങനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. ഡിഫറെന്റ് ടൈപ്പിലുണ്ട്. നമ്മൾക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മളതിപ്പോൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എംബഡിങ് സ്റ്റൈൽ റൂൾസ് ഇൻ ആൻ HTML പേജ്. എ സ്റ്റൈൽ റൂൾ ക്യാൻ ബി എംബഡഡ് ഇൻ HTML പേജ് യൂസിങ് സ്റ്റൈൽ ടാഗ്. നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു ടാഗാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ്. അപ്പോൾ ടാഗ് എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. 4th ചാപ്റ്ററിലും 5th ചാപ്റ്ററിലും മൊത്തം അതാണ് പഠിച്ചത്. കുറേ ടാഗ്സും അതിന്റെ ആട്രിബ്യൂട്ട്സും നമ്മൾ പഠിച്ചായിരുന്നു. ദെൻ നമ്മൾ പുതിയതായിട്ട് അല്ലെങ്കിൽ CSS സ്റ്റൈൽ റൂളുകൾ HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എംബഡഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ്. ദിസ് ടാഗ് ഹാസ് ആൻ ആട്രിബ്യൂട്ട് നെയിംലി ടൈപ്പ്. ഈ ടാഗിന് അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ പേരെന്താണ്, ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ദിസ് ആട്രിബ്യൂട്ട് ഈസ് ഗിവൺ ദ വാല്യൂ ടെക്സ്റ്റ് ബാർ CSS. ഈ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ഒറ്റയ്ക്ക് ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ, ടെക്സ്റ്റ് ബാർ CSS. അതെന്താണ് മെൻഷൻ ചെയ്യണേ, ടു സ്പെസിഫൈസ് ദാറ്റ് ദ കണ്ടന്റ് ദാറ്റ് ഫോളോ ഇൻ എ CSS റൂൾ. അത് ആ സ്റ്റൈൽ റൂൾ ഫോളോ ചെയ്യുന്നത് ഒരു CSS റൂളാണ്, അതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ വാല്യൂ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ സ്റ്റൈൽ ടാഗ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. സോ ദ കണ്ടെയ്നർ ടാഗ് മീൻസ്, വാട്ട് ഈസ് ദ കണ്ടെയ്നർ ടാഗ്? ഒരു ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. അപ്പൊ സ്റ്റൈൽ ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ അതുകൊണ്ട് എന്തും ഉണ്ടാവും, അതിന് ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ദ സ്റ്റൈൽ റൂൾ മസ്റ്റ് ബി എംബഡഡ് ബിറ്റ്വീൻ ദ സ്റ്റൈൽ ആൻഡ് സ്ലാഷ്
സ്റ്റൈൽ ടാഗ്. ഇവിടെ ഒരു സ്ലാഷും കൂടെ കൊടുക്കണം. നിങ്ങളുടെ നോട്ടിൽ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ലാഷ്, നമ്മുടെ ക്ലോസിംഗ് ടാഗ്, സ്റ്റൈലിൻ്റെ ക്ലോസിംഗ് ടാഗ് സ്ലാഷ് സ്റ്റൈൽ ടാഗ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റൈൽ റൂള് എഴുതുന്നത് അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റൈലിൻ്റെയും സ്ലാഷ് സ്റ്റൈലിൻ്റെയും ആ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എംബഡഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എക്സാമ്പിൾ ഇതാണ്. സ്റ്റൈല് എന്ന് പറയുന്ന ടാഗ്, ടൈപ്പ് ഈസ് ഈക്വൽ ടു TXT ബാർ CSS. ദെൻ ഇവിടെ സ്റ്റൈൽ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഡിഫൈൻ ചെയ്യുക. ദെൻ സ്റ്റൈൽ റൂള് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് പോലെ കാണിച്ചേക്കുന്നതാണ്. ദെൻ നമുക്കൊരെണ്ണം ടൈപ്പ് ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. CSSും എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസിൽ, പ്രോഗ്രാമിങ്ങിൽ ജീനി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇത് നമ്മൾക്ക് ഇവിടെ നമുക്ക് കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു പേജ്, ജസ്റ്റ് ഒരു HTML പേജിൻ്റെ തുടക്കമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ബേസിക് ഫോർമാറ്റാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ HTML എന്ന് പറയുന്നൊരു ടാഗ്, നമ്മൾ ഏത് HTML പേജും സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണ്? HTML എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് HTML പേജുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിന് താഴെ ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ദെൻ ഹെഡ് ടാഗ് എന്തിനായിരുന്നു യൂസ് ചെയ്തത്? നമ്മുടെ വെബ് പേജിൻ്റെ മെയിൻ പേജിൻ്റെ ഹെഡ് സെക്ഷൻ, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ HTML പേജിന് 2 സെക്ഷനാണുള്ളത്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. അപ്പോൾ ഹെഡ് സെക്ഷനകത്താണ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് വന്നിട്ടുണ്ട്. ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത് ആ പേജിന് എന്ത് ടൈറ്റിലാണോ വരേണ്ടത് ആ ടൈറ്റിലാണ് അവിടെ കൊടുക്കുക. ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി ടാഗിനകത്ത് ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നു. P ടാഗിനുള്ളിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. We can set the style rule for a style rules for a paragraph to visual appearance. ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തേക്കുന്നു. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു HTML പേജിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. മുകളിൽ ബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എക്സിക്യൂട്ട് എന്ന് പറയുന്നൊരു മെനു കിടപ്പുണ്ട്. അതിന് എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വെബ് പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. വി ക്യാൻ സെറ്റ് ദ സ്റ്റൈൽ റൂൾ ഫോർ എ പാരഗ്രാഫ് ടു വിഷ്വൽ അപ്പിയറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ വെബ് പേജ്. വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് ആയിട്ട് ഒരു സെന്റൻസ് മാത്രം കൊടുത്തേക്കുന്നു. അതാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ ഒരു സെന്റൻസ് മാത്രം ഇവിടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ആയിട്ട് വന്നേക്കുന്നു. ഓക്കെ, നമ്മൾക്കിനി ഇതിനകത്ത് നമ്മളുടെ ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യണം. ആ സ്റ്റൈല് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗാണ്. ആ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ്. ഇതാ ഇവിടെ ഹെഡ് ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ ടൈറ്റിൽ ഓപ്പൺ ചെയ്തു. മൈ ഫസ്റ്റ് പേജ് എന്ന് ടൈറ്റിൽ കൊടുത്തു. ദെൻ ഇവിടെ ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ എന്ത് ചെയ്യണം? ഒരു സ്റ്റൈല് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടാഗ് എന്തിനായിരുന്നു? സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ്. സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തു. അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ടൈപ്പ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കണമെന്നാ പറഞ്ഞേ? ഡബിൾ കോട്ട്സിനകത്ത് ടെക്സ്റ്റ് /CSS എന്ന് കൊടുത്തു. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ദെൻ സ്ലൈഡ് ടാഗിന്റെ റൈറ്റ് ആംഗുലർ ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സ്റ്റൈൽ ടൈപ്പ് ടെക്സ്റ്റ് /CSS. ദെൻ സ്റ്റൈൽ ടാഗ് ഇവിടെ, ക്ലോസിംഗ് ടാഗ് ഇവിടെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നേക്കുന്നതാണ്. ദെൻ ഇതിനകത്ത് ഈ സ്റ്റൈൽ ടാഗിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കണം? നമ്മളുടെ സ്റ്റൈല് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സ്റ്റൈൽ റൂള് ഡിഫൈൻ ചെയ്യണം. സ്റ്റൈൽ റൂള് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ സെലക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് P എന്ന് പറയുന്ന ടാഗ് തന്നെയാണ്. P ടാഗ് സെലക്ടർ ആയിട്ട് കൊടുത്തു. ദെൻ P ടാഗ് കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. കേളി ബ്രേസസ് കഴിഞ്ഞിട്ട് എന്താണ് കൊടുത്തത്? ഒരു മാർജിൻ കോളൻ. എന്തായിരുന്നു അതിന്റെ ഫോർമാറ്റ്? സെലക്ടർ, കേളി ബ്രേസസ്, ദെൻ മാർജിൻ, അതിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാർജിൻ കൊടുത്തു. ദെൻ കോളൻ കൊടുത്തു. ദെൻ ഒരു 50px എന്ന് പറഞ്ഞതിന്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, ദെൻ സെമി കോളൻ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് റൂള് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ബ്ലോക്കിലെ ഫസ്റ്റ് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്തത് കളർ എന്ന് പറയുന്ന
കളർ എന്ന് പറയുന്ന അടുത്തൊരു പ്രോപ്പർട്ടി ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കേളി ബ്രേസസ് ക്ലോസ് ചെയ്യാണ്ടിരുന്നാൽ മതി. കളർ എന്ന് പറയുന്ന നമ്മൾ ഇതിൻ്റെ വാല്യൂ അടുത്ത പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HTML-നകത്ത് കളർ എന്നുള്ളതിൻ്റെ, നമ്മൾക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ കളർ എന്ന് പറയുമ്പോൾ COLOUR ആണ് കളറിൻ്റെ സ്പെല്ലിങ്. HTML-ൽ കളറിൻ്റെ സ്പെല്ലിങ് COLOR ഉള്ളൂ. ദെൻ കളർ കോളൻ റെഡ് കൊടുത്തു. ഓക്കെ, ദെൻ സെമി കോളൻ കൊടുത്തു. ദെൻ അടുത്തത് കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ ആ ഒരു ഇത്രയുമാണ് അതിൻ്റെ സ്റ്റൈൽ ഡെഫിനിഷൻ വന്നേക്കുന്നത്. ദെൻ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, മാർജിൻ കോളൻ 50px സെമി കോളൻ, ദെൻ കളർ കോളൻ റെഡ് സെമി കോളൻ, ദെൻ കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ദെൻ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. അടുത്തത് ഹെഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. ഹെഡ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇത്രയുമാണ് ഹെഡ് സെക്ഷനിൽ. അപ്പോൾ ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗും കൊടുക്കുക. അപ്പോൾ ഹെഡ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ അടുത്തത് എന്താണ്? ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ P ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ക്യാൻ സെറ്റ് ദ സ്റ്റൈൽ റൂൾസ് ഫോർ എ പാരഗ്രാഫ് ടു വിഷ്വൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. P ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ അടുത്തത് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ P എന്ന് പറയുന്ന ടാഗ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ആട്രിബ്യൂട്ടും യൂസ് ചെയ്തിട്ടില്ല. P എന്ന് പറയുന്ന ടാഗിന് ഒറ്റ ആട്രിബ്യൂട്ടും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾക്ക് അത് ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയേ. ഇതാണ്, ലെഫ്റ്റ് സൈഡിലും ടോപ്പ് സൈഡിലും മാർജിൻ വന്നിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പിലത്തെ നമ്മൾ സ്റ്റൈൽ റൂൾ അപ്ലൈ ചെയ്യാണ്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഔട്ട്പുട്ട് ഓർക്കുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാവുന്നതാണ്. ദെൻ ഇപ്പം എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് വന്നേക്കണേന്ന് നോക്കിയേ. സെന്റൻസ് അത് സെയിം തന്നെ. അതിൻ്റെ കളർ റെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ 50 പിക്സൽ മാർജിൻ വന്നിട്ടുണ്ട്. ലെഫ്റ്റിലും 50 പിക്സൽ മാർജിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫാണ് ഇവിടെ എന്ത് വന്നേക്കുന്നത്, ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ സംഭവിച്ചേക്കണേ, ഇവിടെ ഈ P എന്ന് പറയുന്ന ടാഗിന് ഈ ഇത്രയും പോർഷനിൽ, ഇതാണ് പാരഗ്രാഫ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫോർമാറ്റിങ്ങും കൊടുത്തിട്ടില്ല, ഒരു ആട്രിബ്യൂട്ടോ അതിൻ്റെ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിവിടെ P ടാഗിൻ്റെ ഒരു സ്റ്റൈൽ റൂൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ P ടാഗിന് ഇവിടെ അതിൻ്റെ അപ്പിയറൻസിൽ വ്യത്യാസം വരും. ഓക്കെ, ദെൻ അതുപോലെ നമുക്ക് ഈ ഒരു പേജിൽ എത്ര P ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര പാരഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ എങ്ങനെയായിരിക്കും വരിക, ഈ സെയിം ഫോർമാറ്റിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഈ പാരഗ്രാഫുകൾക്കൊക്കെ നമ്മൾ സാധാരണ HTML പേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് അതിൻ്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ എത്ര പാരഗ്രാഫ് ഉണ്ടോ അത്രയും പാരഗ്രാഫ് പോയി നമ്മളത് എഡിറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇവിടെ പക്ഷേ നമുക്ക് പാരഗ്രാഫുകൾക്കെല്ലാം നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം മാർജിൻ, എല്ലാ പാരഗ്രാഫിനും മാർജിൻ ഒരു 100 പിക്സൽ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ 100 നാക്കി കൊടുക്കുക. അപ്പോൾ താഴേക്കുള്ള എത്ര പാരഗ്രാഫ് ഉണ്ടോ അത്രയും പാരഗ്രാഫിന് ആ ഒരു ചേഞ്ച് വരും. ദെൻ പാരഗ്രാഫിന് റെഡ് കളർ വേണ്ട, നമുക്കൊരു ഗ്രീൻ കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ റെഡ് മാറ്റി ഗ്രീൻ ആക്കി കൊടുക്കുക. അപ്പോൾ താഴെ എത്ര പാരഗ്രാഫ് ഉണ്ടോ അത്രയും പാരഗ്രാഫിന് ആ ഗ്രീൻ കളർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റൈൽ റൂള് എംബഡ് ചെയ്യുക. നമ്മളൊരു HTML പേജിലോട്ട് എങ്ങനെയാണ് സ്റ്റൈൽ റൂള് എംബഡ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.